കിട്ടുന്നുണ്ടാടാ? എങ്ങനെ ഇതേ നോക്കിയോ? കിട്ടുന്നുണ്ടോ? വീഡിയോ എടുക്കുമ്പോളാ. ഹലോ മൈക്ക് ടെസ്റ്റ്, ഹലോ മൈക്ക് ടെസ്റ്റ്, ഹലോ ഹലോ ഹലോ. ഹലോ ഗൈസ്, നമ്മുടെ പുതിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഒരുപാട് പേര് നമ്മളുടെ അടുത്ത് പറഞ്ഞായിരുന്നു നമ്മൾ വേണമെങ്കിൽ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്ത് കഴിയുമ്പോഴത്തേക്കും സൗണ്ട് ഇല്ലാതില്ലാന്ന്. പിന്നെ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് വീഡിയോയും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ നമ്മുടെ സാരിയുടെ ബിസിനസ്സും കാര്യങ്ങളും നമ്മുടെ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വരും. അപ്പോൾ നമ്മളൊരു മൈക്ക് മേടിച്ചിട്ടുണ്ട് കേട്ടോ. കുഴപ്പമില്ല, അത്യാവശ്യം നല്ല സൗണ്ടും കാര്യങ്ങളൊക്കെ ഉള്ള മൈക്കാണ് കേട്ടോ, അടിപൊളിയാണ്. അപ്പം ഉണ്ടോ സാരി നമുക്ക് കുറച്ചുകൂടെ എടുത്തിട്ടുണ്ട്. പിന്നെ ഇരിക്കുന്ന സാരി നമ്മൾ അതെ, ഞങ്ങൾ എല്ലാ ഒരു സാരി വെച്ച് ഒരു വീഡിയോ കാണിച്ചിട്ട് വെച്ച് അങ്ങനെ ചെയ്യാവുന്ന കേട്ടോ നമ്മൾ വിചാരിക്കുന്നത്. ഇതാണ് നമ്മുടെ മൈക്ക് കേട്ടോ. അപ്പോൾ ഇത് ചാർജ് ചെയ്യാൻ വേണ്ടി ഇടണം. ഞാൻ കുറച്ചൊന്ന് ചാർജ് ചെയ്യാൻ വേണ്ടി ഇടട്ടെ. എടുത്തോ. ഇതാണ് നമ്മുടെ മൈക്ക് കേട്ടോ. ഇതതിൻ്റെ ഇത് റിസീവറുണ്ട്. ഇത് കുഴപ്പമില്ല കേട്ടോ, വലിയ സീനില്ല. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഇതുണ്ട് കേട്ടോ, ക്വാളിറ്റി ഉണ്ട്. ഞങ്ങൾ വീഡിയോ എടുത്ത് നോക്കിട്ടോ. വെച്ചോ, അതങ്ങനെ ഒക്കെ ഇതിങ്ങനെ ഇറക്കി വെച്ചോ. അങ്ങനെ ഓക്കെ ഡൺ. അപ്പോൾ ഇതിൻ്റെ ഐഫോൺ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു റിസീവറിൻ്റെ മറ്റേ പിന്നും ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി അടുത്ത ദിവസം വീഡിയോ എടുക്കണം. അതെ, ഞാൻ ലോങ് ഒരു വീഡിയോ എടുത്തിട്ടുണ്ട് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിൻ്റെ അടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ശരി, എന്നാൽ പോയിട്ട് വരാം. അപ്പുറം പോയിട്ട് വരാം. ഓക്കെ, അതെ 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 അതെ. ഓക്കെ 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 പോവാം. നോക്കട്ടെ, അവിടെ ഇത് ഇങ്ങനെ വെക്കണോ? എന്നെ കാണാനുണ്ടോ? നോക്കട്ടെ, ഇങ്ങനെ എങ്ങനെ വെക്കണോ? നോക്കട്ടെ കേട്ടോ. ഞങ്ങളിത് കല്യാണത്തിന് നിൽക്കുകയാണേ. എൻ്റെ അവിടെ പിന്നെ പാട്ട് വന്നാൽ വെക്കില്ല കേട്ടെ. അപ്പോൾ ഗൈസ്, ഞങ്ങൾ തിരിച്ചു വന്നിരിക്കുകയാണ്. അപ്പോൾ കുറേ ദിവസമായിട്ട് നമ്മൾ വീഡിയോയും കാര്യങ്ങളൊന്നും ഇട്ടുണ്ടായില്ല, നമുക്ക് വീഡിയോ ഇടാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളാണെന്നുണ്ടെങ്കിൽ ലൈവ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ നമ്മളാണെന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ തിരിച്ചു കൊണ്ടുവന്ന പോലെ മാത്രമല്ല, നമ്മൾ നമ്മുടെ തുണിയും കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഓഗസ്റ്റ് 26-ാം തീയതി തോന്നുന്നു ഓണം അല്ലേ? അപ്പോൾ ഓഗസ്റ്റിൽ ഓണം വന്നിട്ടുള്ളതുകൊണ്ട് നമ്മൾ ട്രേഡ് മാർക്കായിട്ടുള്ള ഒരു 2 സാരി ഉണ്ട്. ഒരു ഓറഞ്ചും, അതിൽ ഓറഞ്ച് കിട്ടിയിട്ടില്ല കേട്ടോ. അത് ഇപ്പം അവൈലബിൾ അല്ലാന്ന് തോന്നുന്നു, അത് ഇപ്പം താമസിക്കേണ്ടി വരും. അപ്പൊ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന 2-3 അത്യാവശ്യം ഓർഡർ പോയിക്കൊണ്ടിരിക്കുന്ന 3-5 സാരി ഉണ്ട്. അപ്പൊ അതിന്റെ ഞാൻ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് അതൊന്ന് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പൊ നമ്മൾ വീണ്ടും സാരിയുടെ കാര്യങ്ങൾ റീസ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ നമ്മൾ മൈക്കിൽ തെളിഞ്ഞിരിക്കുകയാണ്. ഡിസ്കൗണ്ട് ഉണ്ടെന്ന് പറഞ്ഞാല് ഡിസ്കൗണ്ട് ഉണ്ട് കേട്ടോ. അതായത് നമ്മൾ ഒത്തിരി ഒന്നും ഇല്ല, എന്നാലും നമ്മള് അതായത് ഇനി നമ്മളാണെന്നുണ്ടെങ്കിൽ കൊറിയർ ചാർജ് മേടിക്കുന്നുണ്ടായിരുന്നു. ആ കൊറിയർ ചാർജ് നമ്മൾ ക്യാൻസൽ ചെയ്തു. അല്ല, ഇനി കൊറിയർ ചാർജ് ഇല്ല, സാരിയുടെ പൈസ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പൊ നമുക്കാണെന്നുണ്ടെങ്കിൽ ഇനി ഷിപ്പിംഗ് ചാർജ് ഇല്ല. ഇപ്പൊ ഇന്ത്യക്ക് വെളിയിലോട്ടാണെങ്കിൽ മാത്രമാണ് ഷിപ്പിംഗ് ചാർജ് ഉള്ളൂ. ഇന്ത്യയിൽ എവിടെയാണെന്നുണ്ടെങ്കിലും ഷിപ്പിംഗ് ചാർജ് ഇല്ല. സ്പീഡ് പോസ്റ്റ് കാര്യങ്ങളായിരിക്കില്ല, നോർമൽ പോസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പം നമുക്കത് വെച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ചെയ്യാവുന്നതാണ്. അപ്പം ഞാൻ ഈ വീഡിയോയുടെ താഴെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിന്റെ ലിങ്കും നമ്മുടെ ഫോൺ നമ്പറും കൊടുത്തേക്കാം, വാട്സപ്പും. നിങ്ങൾ അതിൽ ഈ പ്രോഡക്റ്റ് കാര്യങ്ങൾ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി. ഞങ്ങൾ കറക്റ്റായിട്ട് നമ്മൾ ഏകദേശം 10 വർക്കിംഗ് ഡേയ്സ് അല്ലെങ്കിൽ മാക്സിമം നമ്മൾ മെയിൻ ആയിട്ട് അയക്കുന്ന കൊറിയർ എന്ന് പറയുന്നത് DTDC, നമ്മുടെ പോസ്റ്റ് ഓഫീസ് വഴി നമ്മൾ അയക്കുന്നുണ്ട്. 2 DTDC വഴി, DTDCയും പോസ്റ്റ് ഓഫീസും ആണ് നമ്മൾ ചെയ്യുന്നുള്ളൂ, വേറെ ചെയ്യുന്നില്ല. അപ്പം ഇതിൽ ഏത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ഇഷ്ടത്തിന് നമ്മൾ അത് അയച്ചു തരുന്നതായിരിക്കും. മിനിമം 5 to 10 വർക്കിംഗ് ഡേയ്സ് ആണ് നമ്മൾ പറയുന്നത് എത്തിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇനി മുതൽ നമ്മുടെ കയ്യിൽ ഷിപ്പിംഗ് ചാർജ് ഇല്ല, നമ്മൾ പ്രൊഡക്റ്റിന്റെ പൈസ മാത്രമേ നമ്മൾ മേടിക്കുന്നുള്ളൂ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ ഇപ്പം കുറെ സാരി വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ വീഡിയോസിൽ 3-4 സാരി വെച്ചാൽ കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ നമ്മൾ അങ്ങനെ ഇനി കാണിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും വീഡിയോയിൽ ഫുള്ള് എല്ലാം കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പൊ നമ്മൾ ഒരു വീഡിയോയ്ക്കകത്ത് ഒരു സാരി വെച്ച് ഇപ്പം
ഒന്നും മതിയോ? മെയിൻ വീഡിയോ ഇല്ലേ, അതായത് നമ്മൾ ഇങ്ങനത്തെ വീഡിയോ എടുക്കുന്നുണ്ടല്ലോ, ഈ വീഡിയോസിന്റെ അകത്ത് നമ്മൾ 1, 2, 3 സാരി നമ്മൾ കാണിക്കാം. നമ്മൾ ഷോർട്സും അല്ലെങ്കിൽ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ ഇടുന്നുണ്ടായിരുന്നു. ആ വീഡിയോസ് നമ്മൾ എങ്ങനെ പോയി കഴിഞ്ഞാൽ ഇനി ഒരു വീഡിയോസ് ആയിട്ട് ഒരു സാരി കാണിക്കുന്നുള്ളൂ. നമ്മൾ സാരി മാത്രമേ ചെയ്യുന്നുള്ളൂ, നമ്മൾ ടോപ്പ് ചെയ്യുന്നില്ല. നമ്മളുള്ള കാര്യം സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ടോപ്പ് ഒന്നും അങ്ങനെ വലുതായിട്ട് നമുക്ക് പോണില്ല കേട്ടോ. സാരിയാണ് നമുക്ക് പോണേ. നമുക്ക് എന്താണോ കച്ചവടം ഉള്ളത്. ടോപ്പ് ആർക്കാരും വേണമെങ്കിൽ നിസ്സാരം നമ്മുടെ കുറച്ച് ടോപ്പ് എടുത്തതിന്റെ കുറച്ച് ടോപ്പ് ഇരിപ്പുണ്ടല്ലോ. നമുക്കാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഓണമൊക്കെ ആകുമ്പോൾ ഒരു കോംബോ ഒക്കെ ചെയ്യാം. അതായത് അതിൽ ആകെ 3-4 എണ്ണം ഉള്ളൂ. അതിൽ സൈസ് XL, XXL ഒക്കെ ഉണ്ട്, ലാർജ് ഒക്കെ ഇരിപ്പുണ്ട്. അപ്പൊ ആർക്കെങ്കിലും ഒക്കെ ഒത്തിരി പൈസയൊന്നും ഇല്ല, ഡിസ്കൗണ്ട് ആകുക. നമുക്ക് ടോപ്പ് പോകുന്നില്ല. അപ്പൊ അത് ഞാൻ കോംബോ ആയിട്ട് തരാം. അതായത് സാരിയുടെ ഒപ്പം തന്നെ ഇപ്പൊ ചിലപ്പോ 10-200 രൂപയ്ക്ക് കൂടുതൽ കണക്ട് ചെയ്തിട്ട് ഞാൻ പറയാം കേട്ടോ. അതെല്ലാം നമ്മൾ പറയാം. അപ്പൊ എന്തായാലും നമുക്ക് നേരെ സാരി ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പൊ അമ്മ നമ്മൾ മൈക്ക് മേടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോ അമ്മച്ചിനെ വെച്ചിട്ട് നമ്മുടെ മൈക്കുണ്ട്. ഇനിയിപ്പോ സൗണ്ടിന്റെ ഒരു പ്രശ്നമുണ്ടെന്ന് ആരും പറയണ്ട അല്ലെ. അപ്പൊ ഇല്ലായിരുന്നു, ഒട്ടും ഒച്ചയില്ലായിരുന്നു. അപ്പൊ നമ്മുടെ സാരി ഇരിപ്പുണ്ട്. ഇത് നമ്മള് നേരത്തെ പിന്നെ എടുത്തേക്കുന്ന ഒത്തിരി പേര് ചോദിച്ചായിരുന്നോണ്ട് ഇതാണ് നമ്മുടെ ട്രേഡ് മാർക്കുള്ള സാരി. നമ്മുടെ ഏറ്റവും ഇത് പുതിയ പീസ് ആട്ടോ. നമ്മൾ പൊട്ടിച്ചിട്ടില്ല. കളറിന്റെ സാരി വന്നില്ല. ഇല്ല, അതൊന്നും കെട്ടില്ല. അത് പൊട്ടിക്കാൻ അതിന് നൂല് പോലും പൊട്ടിച്ചിട്ടില്ല. ഉണ്ടോ, അതിന് നൂല് പോലും പൊട്ടിച്ചിട്ടില്ല കേട്ടോ. അതിന്റെ നൂല് പോലും പൊട്ടിച്ചിട്ടില്ല. ഇപ്പോഴാണ് പൊട്ടിക്കണേ. പുത്തൻ സാരി കേട്ടോ. നമ്മള് ഓർഡർ ചെയ്ത് വന്നിട്ട് ഏകദേശം ഒരു 10-15 പീസ് വന്നിട്ടുണ്ട്. നമ്മുടെ പണ്ടത്തെ സാരി നന്നായിട്ട് പോയ സാരി കേട്ടോ ഇത്. വിരിച്ചെല്ലാം കാണിക്കണമെങ്കിൽ നമുക്ക് അനിലിന്റെ വീട്ടിൽ എവിടെ കാണാൻ വിരിച്ച് കാണിക്കാം. വേണ്ടല്ലോ, ഇതിന്റെ ബാക്കി ഒന്ന് വിശദീകരിച്ച് പറഞ്ഞേരെ. ഇത് വിരിച്ചൊന്നും കാണിക്കണ്ട, നല്ല മുണ്ടാണിയൊക്കെ കെട്ടിയ സാരിയായത്. ഇത് ബ്ലൗസ്. മുന്താണി കാണിച്ചാ നമുക്ക് മുന്താണി ആയിരിക്കും കാണിച്ചു തരാം കേട്ടോ. വെള്ളയിലാകുമ്പോ നന്നായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റൂല. അതാണ് കെട്ട് നോക്കിയ മുന്താണിയുടെ കെട്ട് നല്ല രസമല്ലേ. ഇതാണ് ഒരു സാരി. അതൊന്ന് വെച്ചമ്മ സാരിയുടെ ബ്ലൗസ് ഏതായിരുന്നു? ബ്ലൗസ് അവിടെ കിടക്കുന്നുണ്ട്. ഇങ്ങോട്ടേക്ക് വെട്ട. സൗണ്ട് ഇല്ലാത്തതുകൊണ്ട് നമ്മളിതെല്ലാം എടുത്ത് ചെയ്യാതിരിക്കുമല്ലായിരുന്നു. ബ്ലൗസ് അതിന്റെ ഇതാണല്ലോ ബ്ലൗസിന്റെ ഇത് വരുന്നത്. മൊത്തത്തിലേ എന്നാലല്ലേ ആളുകൾക്ക് ശരിക്കും മനസ്സിലാവുള്ളൂ. അത് വിരിച്ച് കാണിക്കണം വേണമെങ്കിൽ. വേണമെങ്കിൽ അനിൽ വേണ്ടല്ലോ. അത് എന്തിനാടാ വിരിക്കുന്നതിന്? വേണ്ട അല്ലേ. ഇതാണ് ഇങ്ങനെയാണ് കണ്ടാ അറിയാലോ. ഇതല്ലേ എന്റെ മുന്താണി. മൊത്തഴിച്ച് ഇതാക്കണ്ടല്ലോ എന്ന് ഓർത്താ ഞാൻ. പിന്നെ അല്ല, ഇതെന്തായാലും നമ്മള് കാണിക്കണല്ലോ. മൊത്തം അഴിക്കണേ മൊത്തം അഴിക്ക. ഇത് മുന്താണി. ഓക്കെ. ബ്ലൗസും കൂടെ ബ്ലൗസ് ബ്ലൗസ് മൈക്ക് വെച്ചേക്കുന്നുണ്ട്. അത് കുഴപ്പം, മൈക്ക് മൂടിയാലും കുഴപ്പമൊന്നുമില്ല. ഇല്ലേ? ഇതാണ് കേട്ടോ നമ്മുടെ ഒരു ഇത് വരുന്നേ. ഓക്കെ. അടുത്ത സാരി ഇതിന്റെ തന്നെ വേറെ ഒരു ഷെയ്ഡാണ്. സെയിം ഈ പാറ്റേൺ തന്നെയല്ല, ഇത് വേറൊരു സംഭവം കേട്ടോ. നമ്മുടെ 2 സാരി ഉണ്ട് നമ്മളിപ്പോ ഈ ഒരു വീഡിയോ കാണിക്കുന്നുള്ളൂ. വേറെ കുറെ നമ്മുടെ വന്ന് ഇരിപ്പുണ്ട്. നമ്മൾ ഓൾറെഡി നൂല് പോലും പൊട്ടിച്ചിട്ടില്ല കേട്ടോ. കെട്ടിന്ന് എടുത്തോണ്ട് പോകുന്നു, നൂല് പോലും പൊട്ടിച്ചില്ല. നല്ല രസമുണ്ടല്ലേ. ഇതിന്റെ രണ്ടിന്റെ ബ്ലൗസിന്റെ കളർ വ്യത്യാസം ഉണ്ട് കേട്ടോ. ഇതൊരു കരിനീല അല്ലേ? കരിനീല എന്താ പറയണേ? അതും തമ്മിൽ അത് കാപ്പിപ്പൊടി പോലത്തേത്, ഇതൊരു ഡാർക്ക് മുന്തിരി പോലത്തേത്. ഇതാണ് നമ്മുടെ വേറെ ഒരു സാരി വരുന്നേ. ഇത് മുന്താണി. സാരിയുടെ കളർ പോലെ തന്നെയുള്ള ബ്ലൗസ് അല്ലേ? അല്ലല്ല, കരിനീല അല്ലേ? കരിനീലല്ലടാ, ഇത് ഡാർക്ക് ഒരു മുന്തിരി പോലെ. ഡാർക്ക് മുന്തിരി. എനിക്ക് ഇതിനെ കളറിനെ കുറിച്ച് ഡാർക്ക് ഒരു മുന്തിരി കളറ്, മറ്റേത് മെറൂൺ ഷെയ്ഡാ. അത് അതായത് പഴുത്ത കാപ്പിക്കുരുവിന്റെ ഒരു കളറ്. ഇത് ഡാർക്ക് മുന്തിരിയുടെ കളറ്. അപ്പൊ ഗൈസ്, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പിലോ ഇൻസ്റ്റാഗ്രാമിലോ മെസ്സേജ് അയച്ചാൽ മതി. നമ്മൾ ഇത് കൊറിയർ ചെയ്ത് തരുന്നതായിരിക്കും. ഈ 2 ഉള്ളൂ മേ. ഈ 2 ഇപ്പൊ നമ്മൾ കാണിച്ചേക്കണേ. അടുത്തുള്ള വീഡിയോസിൽ നമ്മൾ കാണിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ മറ്റേ സാരി പോലെ തന്നെ മുന്താണി കെട്ടിയത്. മുന്താണി നല്ല രസമുണ്ട് കേട്ടോ.
സാധാ നൂല് ഇങ്ങനെ വലിച്ചു വെള്ളയിലേക്ക് ഒന്ന് വെക്കാമേ, അപ്പോൾ അതിന്റെ ഒരു ഇത് കാണാൻ പറ്റുള്ളൂ കേട്ടോ. സാധാ മുന്താണി എന്ന് പറഞ്ഞാൽ നൂല് വലിച്ചു വലിച്ച് കെട്ടിപ്പോവുക ചെയ്തുകൊണ്ട് നെയ്ത്ത് പോലെ കെട്ടിയേക്കുന്നത് നല്ല ഭംഗിയായിട്ട്. കണ്ടതേ. അപ്പൊ ആർക്കെങ്കിലും ഒക്കെ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി. എന്തായാലും നമ്മളത് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ. അല്ലെങ്കിൽ വാട്സപ്പിൽ അയക്കാൻ ഞാൻ നമ്പർ താഴെ കൊടുത്തേക്കാവേ. അപ്പൊ ഇത്രേ ഉള്ളൂ. നമുക്ക് അപ്പനെ കൊണ്ട് ഒരു പാട്ടും പഠിപ്പിച്ച് നിർത്താം അല്ലേ? നാളെ ഇന്നത്തെ വീഡിയോക്കകത്ത് നമുക്ക് ബാക്കി സാരി കാണിക്കാം കേട്ടോ. ബാക്കി കാണിക്കാവേ. ഇനി വഴിയിൽ കാണിക്കും. ഇനി നമ്മുടെ സാരി ഡ്രൈപ്പിങ്ങോ അങ്ങനെയുള്ള സംഭവമില്ലേ, അതൊക്കെ വേണമെന്ന് കുറെ പേര് പിന്നെയും പറഞ്ഞിട്ടുണ്ടായി. അപ്പൊ നമുക്ക് ചെയ്യാതെ ഒരു ദിവസം. പിന്നെ ടോപ്പ് നമ്മൾ കൊണ്ടുവന്നേക്കുന്ന ടോപ്പ് ഒത്തിരി പോയിട്ടില്ല. അത് ഇരിക്കുന്നത് എക്സല്, മീഡിയം, ലാർജ്, എക്സല്, ഡബിൾ എക്സല് ഇരിപ്പുണ്ട്. കോൺസെപ്റ്റും ഇരിപ്പുണ്ട്. ആവശ്യമുള്ളവർക്ക് ഒത്തിരി വിലയില്ലാതെ നമുക്കത് കൊടുത്തു തീർക്കാം കേട്ടോ. സാരിയെ നമ്മൾ ഇനി മുന്നോട്ട് എടുക്കുന്നുള്ളൂ. നമുക്ക് കച്ചവടമുള്ളതല്ലേ നമ്മൾ എടുത്തിട്ട് കാര്യമുള്ളൂ, അല്ലാണ്ട് നമ്മൾ എടുത്തിട്ട് ഇതാണോ സാരി. അല്ലെങ്കിൽ നമുക്ക് ചെറിയൊരു കട എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് ഡിസ്കൗണ്ടിൽ ഇട്ട് വിൽക്കാം. ഇതില്ലല്ലോ. ഓക്കെ, അപ്പൊ ശരി, നമുക്ക് ഇനി അപ്പനെ കൊണ്ട് പാട്ട് പഠിപ്പിക്കാം. ആരപ്പനാ അയാള് പാട്ട് പാടാൻ വേണ്ടിട്ട് മയക്കുന്ന കൊച്ചേ. എന്തോ അല്ല ഞാനേ എന്റെ കമ്മിങ് ഒന്ന് എടുക്കട്ടെ. അല്ല നിന്ന് പാടാം. അപ്പൊ തന്നെയല്ല, ഒന്ന് പാടി നോക്കിട്ടെ പോരെ. അപ്പൊ ഇതെല്ലാം മൈക്ക് മേടിച്ചല്ലേ. അപ്പൊ മൈക്ക് മേടിച്ചോണ്ട് നമ്മളൊരു പാട്ടങ്ങോട്ട് പാടാൻ നോക്കും. കട്ട് ചെയ്തോ, ഞാൻ അപ്പനെ കൈ പിടിക്കണ്ടല്ലോ. ഇത് നമ്മുടെ സാമ്പ്രാണിയുടെ ഇതൊന്നും കേട്ടോ. മൈക്ക് പിടിക്കുന്നല്ല ആയിക്കോട്ടെ. ഒരു കലാകാരന്റെ മൈക്ക് ശ്രുതി അല്ല, ശ്രുതിയെ കൊണ്ട് നല്ല ഭംഗിയായിട്ട് പാടാം. നമുക്ക് ശ്രുതി വെച്ച് പാടാൻ പറ്റിയല്ലോ. ഓക്കെ. ദേവി നിൻ ചിരിയിൽ കുളിരോ പാലൊളിയോ, ദേവി നിൻ ചിരിയിൽ കുളിരോ പാലൊളിയോ, അനുദിനമെന്നിൽ നിറയും ആരാധന മധുരാഗം നീ, ദേവി ചിരിയിൽ കുളിരോ പാലൊളിയോ. അപ്പൊ ഗൈസ്, ഞങ്ങളുടെ പാട്ടിന്റെ പരിപാടിയെല്ലാം കഴിഞ്ഞു. മൈക്കേൻ ഓഫ് ചെയ്ത് കഴിഞ്ഞു. അത് പക്ഷെ എന്നിട്ട് ട്രൈപോഡ് വെച്ചേക്കട്ടെ കേട്ടോ. അപ്പൊ നമുക്ക് ഇനിയുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ പാടാൻ പറ്റില്ലാത്തോണ്ടാട്ടോ. ശ്രുതി വെച്ച് പാടിയ സൂപ്പറായിട്ട് പാടാം. അതെ, നമുക്ക് അങ്ങനെ പാടാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ഇനി അടുത്ത ദിവസം നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം. അപ്പം എന്നാ പറയണേ, എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് വീഡിയോസിന്റെ അകത്ത് എന്തെങ്കിലുമൊക്കെ ഇതുണ്ടെങ്കിൽ പറയുക, നമ്മളത് ചെയ്യുന്നതായിരിക്കും. നമ്മുടെ വീഡിയോസ് കണ്ട് നമ്മളെ ഒത്തിരി ഇഷ്ടമാണെന്ന് പറഞ്ഞ് ഒത്തിരി പേര് കഴിഞ്ഞ ദിവസം വീഡിയോയിൽ കമന്റും ഇല്ല, കണ്ടിട്ടും ഇല്ല. എല്ലാരും കാണണം കേട്ടോ. അതെ, കമന്റും ഇടണം. അതെ, നമ്മൾ കുറെ ആയിട്ട് വീഡിയോസും കാര്യങ്ങളും ചെയ്യാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും നമുക്ക് വീഡിയോസ് ഇടാൻ പറ്റണ്ടായില്ല. ഞാൻ കഴിഞ്ഞ ദിവസം ലൈവിൽ പറഞ്ഞായിരുന്നു നമുക്ക് വീഡിയോസും കാര്യങ്ങളും ഇടാൻ പറ്റണ്ടായില്ല. അതെന്താണെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ശരിയായിട്ടുണ്ട് ഇപ്പം. പിന്നെ നമ്മൾ മൈക്കൊക്കെ മേടിച്ചു, ഒക്കെ ഒന്ന് സെറ്റ് ആകാൻ വേണ്ടിയുള്ള പരിപാടിയായിരുന്നു. എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ നല്ല പാട്ടും പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പറ്റുന്ന പോലെ നമ്മൾ വീഡിയോയും കാര്യങ്ങളൊക്കെ. വേറൊരു കാര്യം കേട്ടോ, നിങ്ങൾ എല്ലാവരും കണ്ട് സഹകരിച്ചെങ്കിലേ നമുക്കൊരു സന്തോഷം ഉണ്ടാവും. അതെ. അപ്പൊ എന്തായാലും നമ്മുടെ തുണിയുടെ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ലിങ്കും നമ്മുടെ നമ്പറും കാര്യങ്ങളെല്ലാം നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ താല്പര്യമുള്ള ആളുകൾ എന്തായാലും മേടിക്കുക. ഞാൻ ആരും നിർബന്ധിക്കൊന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെങ്കിൽ മേടിക്കുക. അപ്പം അത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ബൈ.